എൻ്റെ പേര് ബിൻസി. ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ജനുവരി 12-ാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ പുതിയ വീട് വെച്ചതിനെ തുടർന്നുണ്ടായ കടബാധ്യതകൾ ഒരുപാടായപ്പോൾ ഞങ്ങൾക്ക് അടച്ചു തീർക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. കടബാധ്യതകൾ തീരാൻ വേണ്ടി ഒരുപാട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. വീട്ടിൽ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ വന്നു. 1 മാസം കഴിഞ്ഞ് വീണ്ടും വന്നു. ധ്യാനം കൂടി. അച്ഛനെ കാണാനായിട്ട് എനിക്ക് സാധിച്ചു. അച്ഛനോട് അച്ഛൻ ഞാൻ നിൽക്കണ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, എന്തേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ നിനക്കിത് വീട്ടാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 2-3 കുറി കൂടിയിട്ടുണ്ട് അച്ഛൻ, എനിക്ക് എങ്ങനെയെങ്കിലും 1 കുറിയെങ്കിലും കിട്ടിയാൽ എൻ്റെ കടങ്ങൾ കുറച്ച് അടച്ചു തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു. 19-ാം തീയതി മാതാവ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്, നീ സന്തോഷത്തോടെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. 19-ാം തീയതി തന്നെ എനിക്കൊരു കുറി കിട്ടുകയും എനിക്ക് ആ കടം അതിലേക്ക് അടച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. പിന്നീട് കൊറോണ വന്നു. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. കൊറോണ ആയി കഴിഞ്ഞപ്പോൾ അവിടെ സാലറി കിട്ടാതായി നാട്ടിലേക്ക് തിരിച്ചു പോന്നു കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു ചെന്നു. അപ്പോൾ ആ ജോലിക്ക് അവിടെ ആളെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് ജോലി വേറെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു ജോലി കിട്ടി. അപ്പോൾ ഈ ആദ്യത്തെ കമ്പനിയുടെ വിസയിൽ തന്നെ നിന്നുകൊണ്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്തു. അങ്ങനെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം 2-3 മാസം കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അവിടെയും ഇതേപോലെ തന്നെ സാലറി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കിയിരുന്നു. ഞാൻ ഈ കൊറോണ സമയത്തൊന്നും പ്രാർത്ഥനകളൊന്നും മുടക്കിയിരുന്നില്ല. 2 നേരവും പ്രാർത്ഥന ചൊല്ലിയിരുന്നു. അതേപോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ അന്ന് ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എൻ്റെ തിരിയൊക്കെ തീർന്നു പോയായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന ആ തിരി ഉരുകി വീഴുന്ന ഓരോ തുള്ളി പോലും നിലത്തേക്ക് വീണ് പോകുന്നത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ ആ ഉരുകി വീഴുന്നതെല്ലാം ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഉരുക്കി അതിൽ ഞാൻ ഒരു തിരിയിട്ട് കത്തിച്ച്, ഞാൻ ഈ കൊറോണ കഴിയുന്ന 3 കൊല്ലവും ഞാൻ അങ്ങനെ തന്നെ കത്തിച്ച് 2 നേരവും പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി വീണ്ടും എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടാൻ ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചു. അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ പോരുവാണ്, സാലറി ഇല്ലാതെ എത്ര നാൾ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നിട്ട് അച്ഛനെ വീണ്ടും കണ്ടു. അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരു 30 ദിവസത്തിനുള്ളിൽ അവന് കിട്ടാനുള്ള പൈസ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ 30 ദിവസം എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് അതിനൊരു പരിഹാരം മാതാവ് കാണിച്ചു തരും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് അവസാനം പൈസ കിട്ടാതായപ്പോൾ കേസ് കൊടുത്ത് പോരാൻ നിൽക്കണേ ഒരാഴ്ചയ്ക്ക് മുന്നേ അവരെ അങ്ങോട്ട് വിളിപ്പിച്ചു. എന്നിട്ട് 2 ചെക്ക് കൊടുത്തു. 15 ദിവസത്തെ വ്യത്യാസത്തിൽ ഡേറ്റ് ഇട്ടുകൊണ്ട് അവർ ചെക്ക് കൊടുത്തു. അങ്ങനെ നാട്ടിൽ പോന്നു. ആ പൈസ കിട്ടി. ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞു. ആ പൈസ തീരാറായപ്പോൾ പിന്നെയും പ്രശ്നങ്ങളായി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, കുട്ടികളൊന്നും ഒന്നും എത്തിയിട്ടില്ല, നമുക്ക് പണിക്ക് പോയേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് മനസ്സോദരയുടെ അങ്ങനെ സമ്മതിച്ചങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നു, എൻ്റെ കൂടെ ആരും പോകുന്നില്ല എന്ന് പോരാൻ പറഞ്ഞിട്ട് ഹസ്ബൻഡും പോകുന്നില്ല, മക്കളും പോകുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു, മാതാവേ, എന്താ ഞാൻ ചെയ്യുക, ഇനിയും എന്നെ കൈവിടരുത്, എനിക്ക് ഇനിയും ഓരോ വഴികൾ കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ അമ്മച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി, ഇന്നത്തെ സാക്ഷ്യം കേട്ടോ, എന്തൊക്കെയാണ് ഓരോരുത്തർ ചെയ്യുന്നത്, ഓരോരുത്തരുടെ വിശ്വാസം, ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കുട്ടി ഇതിൻ്റെ അഖണ്ഡ ജപമാല റാലിയുടെ നോട്ടീസ് 500 എണ്ണം എക്സ്ട്രാ അടിച്ച് വിതരണം ചെയ്ത ഒരു സാക്ഷ്യം അച്ഛൻ്റെ ധ്യാനത്തിലും അതുണ്ടായിരുന്നു, അച്ഛനും പറഞ്ഞിരുന്നു. അത് കേൾക്കാൻ ഇടയായി. അപ്പം ഞാൻ അങ്ങനെ അമ്മച്ചിനോട് പറഞ്ഞു, അമ്മച്ചി, നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഈ ചെയ്യുന്നൊന്നും അല്ല ചെയ്യേണ്ടത്, നമ്മൾ കുറേ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം ഒന്നുമില്ല, നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ വന്നിട്ട് അമ്മച്ചോട് പറഞ്ഞു, ഞാൻ എന്തായാലും തീരുമാനിച്ചു, അടുത്ത മാസം കൃപാസനത്തിൽ പോയി ഞാൻ കുറേ പത്രം വാങ്ങും, എന്നിട്ട് കേരളത്തിലെ 14 ജില്ലയിലും ഞാൻ പോയിട്ട് ഈ പത്രം വിതരണം ചെയ്യും. ഞാൻ എൻ്റെ മാതാവിനെ, ഈശോയെ ഞാൻ ഈ 14 ജില്ലയ്ക്കും കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മോന് ACCAക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവനൊരു പേപ്പർ 4 പ്രാവശ്യം എഴുതിയിട്ടും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ അവൻ്റെ പരീക്ഷ വരുന്ന ഡേറ്റിന് മുന്നേ എനിക്ക് ഈ പത്രം 14 ജില്ലയിലും കൊടുത്തു കഴിയണം എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ ഞാനിവിടെ വന്നിട്ട് വരാൻ നിൽക്കുമ്പോൾ ഒരാഴ്ച മുന്നേ ഞാൻ ബാത്റൂമിൽ ഇങ്ങനെ പോയിട്ട് പിന്നെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാലിലൊരു ഞരമ്പ് അങ്ങനെ പിടിച്ചിട്ട് പിന്നെ എനിക്ക് എണീക്കാൻ വയ്യ. എന്നെ പായയിലിരുത്തിയിട്ട് വലിച്ചിട്ടാണ് റൂമിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ തൈലം എടുത്തിട്ട് വേഗം വായോ മോനെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനെ വിളിക്കാൻ, എനിക്ക് ആൺകുട്ടികളാണ് 3 പേര്, മോനെ വിളിച്ച് തൈലം എടുത്തു കൊണ്ടുവന്ന് അവൻ തന്നെ എനിക്ക് പുരട്ടി തന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി ഇഞ്ചക്ഷനൊക്കെ വെച്ച് കുറേ വൈകുന്നേരം 2-3 ദിവസം അങ്ങനെ കഴിഞ്ഞു. ഡോക്ടറെ വീണ്ടും കണ്ടപ്പോൾ പറഞ്ഞു ഡിസ്ക് കംപ്ലൈൻ്റ് ആണ്, 1 മാസം ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, മാതാവേ എനിക്ക് ഈ പത്രം കൊടുക്കാനുള്ളതാണ്, എനിക്ക് എഴുന്നേറ്റ് നടക്കണം. അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നിട്ട് എനിക്ക് ഫുൾ റെസ്റ്റ് തന്ന ഹസ്ബൻഡും കുട്ടികളുമാണ് ചോറും എല്ലാ വീട്ടിലത്തെ പണികളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിനി 14 ജില്ലയിലും ബസ് കയറിപ്പോയി പത്രം കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ എന്താ പറയാമെന്ന് എനിക്ക് അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ചൊക്കെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി ഞാൻ. എന്നിട്ട് പറഞ്ഞു, എങ്ങനെയാണ് നീ പത്രം കൊടുക്കാൻ പോകുകയെന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് എന്നെ നടത്തിക്കോളും, ഞാൻ എന്തായാലും ഇത് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരാഴ്ച എത്തി. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, ബസ് കയറിയിടുന്നു, ഇത്രയും ദൂരം ഒന്നും വരാൻ എനിക്ക് പറ്റൂല, അത് സാരില്ല ഞാൻ പൊയ്ക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാളെ പോകുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹസ്ബൻഡ് എന്നോട് പറയാം, നാളെയല്ലേ നീ കൃപാസനത്തിൽ പോയിട്ട് പത്രം വാങ്ങി കൊടുക്കാനായിട്ട് പോകുന്നേ, ഞാൻ ഏതൊക്കെ നിൻ്റെ ഡ്രസ്സുകൾ എടുത്ത് വെക്കണ്ടേ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പോരുന്നുണ്ടോ ചോദിച്ചു. ഞാനുണ്ടല്ലോ, നീ എങ്ങനെ ഒറ്റയ്ക്ക് പോകുമോ അത്രയും ദൂരം എന്ന് പറഞ്ഞു. ആ സമയം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. ഫോൺ എടുത്തു നോക്കുമ്പോൾ ഗൾഫിൽ നിന്നൊരു കൂട്ടുകാരൻ വിളിക്കുന്നു, ദുബായിൽ ഒരു ഒഴിവുണ്ട്, നീ എത്രയും വേഗം തിരിച്ചു വായോ, നിനക്ക് ഇവിടെ ഒരു ജോലി ഒഴിവുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, എൻ്റെ മാതാവേ, കോടാനുകോടി നന്ദി മാതാവേ, ഞങ്ങളിവിടെ പുറപ്പെടാൻ തുടങ്ങിയില്ല, അതിനു മുന്നേ തന്നെ എൻ്റെ മാതാവ് വിളിച്ചിട്ട് പറയാണ് ഇവിടെ ജോലിയുണ്ട്, ഇങ്ങോട്ട് വായോ എന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് കുറേ കൂടെ എൻ്റെ കൂടെ പോരണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ബയോഡേറ്റ അയച്ചു കൊടുത്തു. രാവിലെ 3 മണിക്ക് അവിടുന്ന് പുറപ്പെട്ടാലാണ് ഇവിടെ വന്ന് പത്രം വാങ്ങിയിട്ട് ഇവിടുന്ന് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ഇങ്ങനെ പോയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് നേരെ കാസർഗോഡ് പോയിട്ട് കാസർഗോഡ് നിന്ന് അങ്ങനെ വരാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് പത്രം വാങ്ങി. ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാണ്ടായിരുന്നു, ഉടമ്പടി പുതുക്കി പത്രം വാങ്ങണോടം വരെ എൻ്റെ ഹസ്ബൻഡ് കൃപാസനത്തിലിരുന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ്. അവിടെ നിന്ന് ഞങ്ങൾ പത്രം വാങ്ങി കോഴിക്കോട് ഇങ്ങനെ തിരുവനന്തപുരം പോയി. തിരുവനന്തപുരത്ത് നിന്ന് ലാസ്റ്റ് ട്രെയിനും പോയി കാസർഗോഡേക്കുള്ള. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ സ്വന്തം വീട് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എറണാകുളത്തേക്ക് പോകാം, എറണാകുളത്ത് പത്രം കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ എറണാകുളം വന്ന് എറണാകുളത്ത് പത്രം കൊടുത്തു, ഇടുക്കിയിൽ കൊടുത്തു, കോട്ടയം ജില്ല, ആ 3 ജില്ലയിലും പിറ്റേ ദിവസം പകൽ പത്രം കൊടുത്ത് വൈകുന്നേരം കാസർഗോഡിന് ബസ് കയറി. ഞങ്ങൾ അന്ന് പിറ്റേ ദിവസം രാവിലെ കാസർഗോഡ് എത്തി, റൂം എടുത്ത് ഫ്രഷായി വേഗം തന്നെ കാസർഗോഡ് പത്രം കൊടുത്ത്, കോഴിക്കോട് കൊടുത്ത്, വയനാട് കൊടുത്ത്, മലപ്പുറം കൊടുത്ത് ഞങ്ങൾ പാലക്കാട് തിരിച്ചെത്തി. പിന്നെയും ഉണ്ട് തൃശ്ശൂർ കൊടുക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം മോൻ്റെ പരീക്ഷയാണ്. മോനെ ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ ആ പത്രവുമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ പോയി അവിടെ പത്രവിതരണം നടത്തി. എൻ്റെ മോൻ അതിനിടയിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച അച്ഛൻ മോനെ കൂട്ടി വന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ അവൻ്റെ തലയിലും കൈവച്ച് പ്രാർത്ഥിച്ച് ഒരു മാതാവിൻ്റെ കാശുരൂപം വെഞ്ചരിച്ച് കൊടുത്തിരുന്നു. അവൻ ആ പരീക്ഷയ്ക്ക് വിജയിച്ചു. ആ മാതാവ് അവനെ ജയിക്കാനുള്ള മാർക്ക് നൽകി അനുഗ്രഹിച്ചു. എന്നിട്ട് ഞങ്ങൾ കാസർഗോഡിന് പോകുന്ന വഴിക്ക് ബസ്സിൽ നിന്ന് വീണ്ടും ആ കമ്പനിയിൽ നിന്നും എൻ്റെ ഹസ്ബൻഡിന് കോൾ വരികയാണ്, നാളെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ആണ്, അതിന് ഹാജരാവാൻ പറ്റുമോയെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞങ്ങളിപ്പോൾ സ്ഥലത്തില്ല, നാളെ വന്നതിന് ശേഷം ഞാൻ റിപ്ലൈ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നതിന് ശേഷം ഇവിടെ ഞങ്ങൾ പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് പറ്റുമെന്നും പറഞ്ഞ് വിളിച്ച് അങ്ങനെ വീഡിയോ കോൺഫറൻസ് വഴി ഇൻ്റർവ്യൂ നടക്കുകയാണ്. ഇൻ്റർവ്യൂ നടക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് പറയുന്നതൊന്നും അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ ആകെ വിഷമിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞു സാരില്ല. അപ്പോൾ അവർ പറഞ്ഞു സാരില്ല, നിങ്ങൾ വന്നതിൻ്റെ ശേഷം നമുക്ക് ഇവിടെ വെച്ചിട്ട് നേരിട്ട് ഇൻ്റർവ്യൂ നടത്താൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് പോകണ്ടയോ എന്ന് വിചാരിച്ചിരുന്ന ഹസ്ബൻഡ് പിറ്റേ ദിവസം തന്നെ ബാഗൊക്കെ റെഡിയാക്കി അടുത്ത ദിവസം തന്നെ ടിക്കറ്റ് എടുത്തു പോവാനായിട്ട് തയ്യാറായി ബാഗ് എടുത്ത് പുറത്തേക്ക് വെക്കുമ്പോൾ എന്നോട് പറയുന്നു, എടി എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു ഈ ജോലിയല്ല എനിക്ക് കിട്ടാൻ പോകുന്നത്, വേറെ ജോലിയാണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ പോകാൻ ഇറങ്ങുമ്പോഴും കൂടെ ഇങ്ങനെ നെഗറ്റീവ് പറയണ്ട, ഇനി അതല്ല അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് മാതാവ് തോന്നിക്കുന്നതാണ്, നിങ്ങൾക്ക് വേറെ ജോലിയാണ് മാതാവ് ഒരുക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു.
അങ്ങനെ ഗൾഫിൽ തിരിച്ചു വന്നു. പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അവർ വിളിക്കാമെന്ന് പറഞ്ഞു. 4 ദിവസമായിട്ടും വിളിച്ചില്ല. ആ സമയത്തൊക്കെ വേറെ ആപ്ലിക്കേഷൻ അയച്ചിരുന്നു. അപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് വിളിച്ചു. അക്കൗണ്ടൻ്റ് ആയിരുന്ന എൻ്റെ ഹസ്ബൻഡിന് ആ കമ്പനിയിൽ അക്കൗണ്ട്സ് മാനേജരായിട്ട് പോസ്റ്റ് നൽകി എൻ്റെ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഇത് കൂടാതെ എൻ്റെ അനിയത്തിയും ഭർത്താവും കുട്ടികളും കുവൈറ്റിൽ 15 വർഷമായിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവർക്ക് ഇവിടുന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും കമ്പനി വക പോയതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സാലറി ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ മടുത്ത് അവളൊരു 10 വർഷം കഴിഞ്ഞപ്പോൾ ദന്ത ഡോക്ടറുടെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് പിന്നെ വിചാരിച്ചു ഇങ്ങനെ വർക്ക് ചെയ്താൽ ഞാൻ പഠിച്ചതൊക്കെ മറക്കുമല്ലോ. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ചു അവൾക്ക് പരീക്ഷയിൽ വിജയിക്കണമെന്ന്. അങ്ങനെ അവൾ പരീക്ഷ എഴുതി. അപ്പോൾ കാനഡയ്ക്ക് പോകാനുള്ളത് എഴുതി, മാർക്ക് സ്കോർ കിട്ടി. ലണ്ടനുള്ളത് എഴുതി, അതും അതിൻ്റെ ഇടയ്ക്ക് കിട്ടി. അപ്പോൾ കുവൈറ്റ് MOH എഴുതി, അതും കിട്ടി. 3 എണ്ണവും കിട്ടി. മാതാവ് അവൾക്ക് നൽകി. അപ്പോൾ അതിൽ ഏത് വേണമെന്ന് മാതാവിനോട് തന്നെ ചോദിച്ച് സെലക്ട് ചെയ്ത് അവരിപ്പോൾ UK സെറ്റിലായി. പിന്നെ എൻ്റെ മോൻ്റെ എക്സാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. മാതാവ് എനിക്ക് അവൻ ആ പരീക്ഷയെ വിജയിപ്പിച്ച് ഞങ്ങൾക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.